ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് എനിക്കൊരു സന്തോഷമുള്ള കാര്യം ഷെയർ ചെയ്യാനാണ് വന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മളെ ചാനൽ ഇന്നലെ രാത്രിയോടെ 500 സബ്സ്ക്രൈബ് പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ എനിക്കത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഇവളെന്തിനാ ഇതൊക്കെ ഇവിടെ വന്ന് പറയേണ്ട ആവശ്യം? 500 എന്നുള്ളതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, ഇനി മുന്നോട്ട് കിടക്കുന്നില്ലേ? പക്ഷേ എൻ്റെ ഒരു മാസത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ആ 500 കാണുന്നത്. അപ്പോൾ അതെനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളിലൂടെയെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ എൻ്റെ ഒരു നന്ദി വാക്ക് പറയണ്ടേ, അവർക്ക് വേണ്ടിയിട്ടെങ്കിലും. അപ്പോൾ അവരിത് കാണുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും എൻ്റെ 1000 നന്ദി ഞാൻ പറയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങൾ ഓരോ സപ്പോർട്ടാണ് എൻ്റെ ഓരോ വീഡിയോസിൻ്റെ റീച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂട്ടി തന്നതിനുകൊണ്ടാണ് ഇത്ര പെട്ടെന്നുകൊണ്ട് എൻ്റെ ചാനൽ ഇത്രയും സബ്സ്ക്രൈബ് ആയി കിട്ടിയത്, 500 നിന്ന് ഒരു സംഖ്യയിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ റീച്ച് ആയതിൻ്റെ പേരിലാണ് പെട്ടെന്ന് നമുക്കൊരു മാസം കൊണ്ട് തന്നെ 500 സബ്സ്ക്രൈബിലേക്ക് എത്താൻ പറ്റിയത്. അപ്പോൾ എല്ലാവരോടും ഞാൻ എൻ്റെ വീണ്ടും പറയാൻ എൻ്റെ ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണെന്നുള്ള ഒരു ചെറിയൊരു സ്റ്റോറി മതി ഞാൻ പറഞ്ഞു പോവാം. ആർക്കും ബോറടിക്കുന്നത് ആരും സ്കിപ്പും ചെയ്ത് പോകരുത്. ചെറിയ രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബിലേക്ക് എത്താൻ കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പെങ്ങളാണ്. അപ്പോൾ അവൾ മലപ്പുറത്ത് ജോലി ചെയ്യുന്നിടത്തുനിന്ന് ചെറുതായിട്ടൊരു വീഡിയോ എനിക്ക് അയച്ചത്, ഡാൻസിൻ്റെ വീഡിയോ. അപ്പം ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ നല്ല നമുക്കൊരു എന്താ പറയുക, ഒരു ഇഷ്ടം തോന്നി. ആ ഒരു പാട്ടിനോട് ഡാൻസ് കളിക്കാമെന്നൊക്കെ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ ഏട്ടൻ്റെ ഓളോട് പറഞ്ഞു, എടാ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ, നമുക്കും ഡാൻസിൻ്റെയും കോമഡീൻ്റെയും വീഡിയോസൊക്കെ ഇട്ടിട്ട് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങനെ വെറുതെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർക്കും ഇൻട്രസ്റ്റ് ആയി, അന്ന് നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാമല്ലേ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ 2 പേരും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റൊക്കെ ഞാനിട്ടത് ഡാൻസിൻ്റെ വീഡിയോ ആണ്. അപ്പം ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഒരുപാട് പേര് പറഞ്ഞതൊക്കെ ഉണ്ട്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാനോ ഒന്നും നിന്നിട്ടില്ല. അവരെന്ത് വേണമെങ്കിൽ പറയട്ടെ, നമ്മളതൊക്കെ കേട്ട് നിന്നാൽ കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ തളർന്നു പോയുള്ളൂ. അപ്പോൾ അവരെന്ത് പറഞ്ഞാലും ഞാൻ നോർമൽ മൈൻഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ഹാപ്പിനെസ്സും കാര്യങ്ങളും നോക്കിയിട്ടാണ് മുന്നോട്ട് പോയത്. പിന്നെ ഡാൻസിന് കുറച്ച് വ്യൂ കുറയാനും എന്താ പറയുക, എത്രയായാലും നമ്മൾ കല്യാണം കഴിഞ്ഞ് 3 മക്കളുള്ള ഒരു ഉമ്മയാണ് ഞാൻ. അപ്പോൾ ഞാൻ കളിക്കുന്നത് കണ്ടിട്ട് എൻ്റെ ഫാമിലി ആവട്ടെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ഡാൻസ് ഭയങ്കര ബോറൊക്കെ ആയി തോന്നുന്നുണ്ട് കേട്ടോ, ഡാൻസ് വേണം, എനിക്ക് മറ്റെന്തെങ്കിലും മാറ്റി പിടിച്ചൂടെ എന്ന് ചോദിച്ചു എൻ്റെ ഫാമിലിയിൽ നിന്ന് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെല്ലാവരുടെ വാക്കും ഇങ്ങനെ തട്ടിക്കളയാതെ അവർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വേറെ എന്തെങ്കിലും മാറ്റി പിടിച്ചാലോ നോക്കി. അത് ഞാൻ കോമഡി ലെവലിലേക്ക് ചെയ്യാൻ നോക്കി. അപ്പോൾ പഠിച്ചതിനെ അനുഗ്രഹിച്ചിട്ട് നമ്മൾ കോമഡീൻ്റെ ഇതൊക്കെ ചെയ്യുന്നതനുസരിച്ച് അതിന് അത്യാവശ്യം വ്യൂസും റീച്ചൊക്കെ കയറി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡാൻസ് നമുക്ക് നല്ല ട്രെൻഡിങ് പാട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഓരോന്നും ചെയ്യാം, അതൊക്കെ നമുക്ക് കോമഡി വീഡിയോയിലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് നമ്മളെ കോമഡി ഐറ്റംസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഡാൻസ് ഒന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് പണ്ടേ ചെറുപ്പം തൊട്ട് ഡാൻസിനോട് ഭയങ്കര പാഷനായിരുന്നു. ഞാൻ എല്ലാ സ്റ്റേജിലും ഒക്കെ കയറി കളിക്കലുണ്ട്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു 3 മക്കളായാലും ഇനി എന്ത് ഡാൻസ് എന്നൊക്കെയാണ്. പക്ഷെ എനിക്കിഷ്ടമാണ് ഡാൻസ് കളിക്കാൻ. അപ്പം ഞാൻ ചെറുതായിട്ടൊക്കെ വീഡിയോയിൽ വന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ കളിക്കും. അത് ഞാൻ എല്ലാവരോടും പറയും. ഞാൻ ശരിക്കും കളിച്ചിട്ടില്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും ഡാൻസ് കളിക്കും, എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ കുറേ കുത്തുവാക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളോട് ചിരിച്ചിരുന്നിട്ട് പുറകിലൂടെ വന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടും ഞാൻ അവർ മൈൻഡ് എടുത്തു. കാരണം നമ്മളെന്തിനാ അതൊക്കെ നോക്കുന്നത്, നമ്മളെ ലൈഫ് നമ്മളെ റൂള് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ഹാപ്പിനെസ് ആർക്കും വേണ്ടി കളയണ്ട. നമുക്ക് എന്താണോ ഇഷ്ടം നമ്മുടെ ആ ഇഷ്ടത്തിന് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കുള്ള മറുപടിയാണ് ഈ ഒരു 500 സബ്സ്ക്രൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ടാണ് ഞാൻ 500ലേക്ക് എത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിർത്താനോ നിർത്തി പോകാനൊന്നും ഞാൻ വിചാരിക്കില്ല. ഇനി മുന്നോട്ട് പോകും. മുന്നോട്ടുള്ള വീഡിയോസ് എല്ലാത്തിനും നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് വേണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ സപ്പോർട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ മുന്നോട്ട് ഇനിയും വീഡിയോ ഇടാനും അത് എനിക്ക് റീച്ചാക്കി തരാനും നിങ്ങളെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് വേണം.
അപ്പോൾ ഞാൻ ഈ വീഡിയോ പറഞ്ഞ സമയത്ത് തന്നെ എൻ്റെ വീഡിയോസ് ആരെയും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സബിലാണ് നമ്മൾ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ കഥയിലേക്കാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്കൊരു 50 സബ് പോലും ഇല്ല. നമുക്ക് ലൈവ് ചെയ്യണമെങ്കിൽ ഒരു 50 മിനിമം ഒരു 50 പേരുണ്ട് വേണം. അപ്പം ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു, എടാ ഒന്നിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യടാ. ഇപ്പോൾ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് വെറുപ്പിച്ച് രാത്രി, എടാ ഒന്ന് ആർക്കെങ്കിലും ലിങ്ക് അയച്ചു കൊടുത്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയടാ. അപ്പോൾ അവരൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീണ്ടും എനിക്ക് തന്നെ പറയുന്നത് എല്ലാവർക്കും താങ്ക്സ്. അങ്ങനെ ചില നമുക്ക് എത്ര സപ്പോർട്ട് ചെയ്തതെന്ന് എനിക്ക് എന്തൊക്കെ പറയേണ്ടതെന്ന് അറിയില്ല. എന്തെല്ലോ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കുത്തുവാക്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊന്നും മൈൻഡിലെടുത്തിട്ടുമില്ല. നമ്മൾ മൈൻഡിലെടുക്കുകയാണെങ്കിൽ നമ്മളൊന്നിനും എവിടെ എത്തിയില്ല. നമ്മൾ ഇതിലേക്ക് ഇട്ടതില്ല ഇവിടെ അവർ പറഞ്ഞോട്ടെ എന്നുള്ള ലെവലിൽ. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ സ്റ്റാർട്ടിങ് ചെയ്തത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് മുതൽ ഞാൻ ഡാൻസ് ഒഴിവാക്കി കോമഡി ആക്കി. ഇപ്പോൾ കോമഡിക്ക് അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെ വാക്കും കേൾക്കരുത്. നമുക്ക് എന്താണോ ഇഷ്ടം നമ്മൾ ലൈഫായിട്ട് മുന്നോട്ട് പോവാം, അതൊക്കെ തന്നെ. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറഞ്ഞിങ്ങനെ ലാഗാക്കി കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് കഴിയുമ്പോൾ എന്താ പറയുക, ആ ഒരു വീഡിയോ തുടങ്ങിയാലോ എന്നൊരു വാക്കിൽ അവൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്കൊരു യൂട്യൂബ് വീഡിയോ കണ്ടാലോ എന്ന് ഒരു ചിന്തയിലാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പം ചിലരൊക്കെ എന്നോട് പറഞ്ഞേക്കേ ഇതൊക്കെ കുറച്ച് നേരത്തെ ആയിക്കൂടെയാണ്. അപ്പം ഞാൻ പറയാണ്, എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ദാസ, ആ സമയമാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളെ സമയം തെളിയാൻ ഓരോ നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പണ്ട് ചെയ്തുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ആ ബുദ്ധിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ യൂട്യൂബ് വീഡിയോസിലൊക്കെ ആവട്ടെ നമ്മളെ ഫാമിലി കാര്യങ്ങൾ ഓരോന്നിങ്ങനെ യൂട്യൂബിൽ കാണില്ല, ഇന്ന വീട്ടിൽ നിന്നാണ് അങ്ങനെ കണ്ടാ നമുക്ക് തുടങ്ങിയാലോ. തുടങ്ങി എവിടെ എത്തിയില്ല എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ പഠിച്ചോണ്ട് എത്തിച്ചിട്ട് നമുക്ക് 500 സബ്സ്ക്രൈബ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. ആർക്കും വേണ്ടിയിട്ട് നമ്മളെന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിലടാ ആർക്കും വേണ്ടി അത് ഒഴിവാക്കരുത്. നമ്മളങ്ങ് മുന്നോട്ട് പോവാം. അപ്പോൾ ഓൾ ഓഫ് യു എല്ലാവർക്കും എൻ്റെ താങ്ക്സ് ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. എൻ്റെ സന്തോഷങ്ങൾ എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി. എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്യാത്തവർക്കും എല്ലാവർക്കും ഞാൻ ആരും വേർതിരിക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ പറയാണ്. അപ്പോൾ ഗായ്സ്, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്കിതൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പം ഇതുവരെ എനിക്ക് സപ്പോർട്ട് തന്ന എല്ലാവർക്കും എൻ്റെ ഒന്നും കൂടി നന്ദി ഞാൻ പറയുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. ബൈ.